dear friends, welcome to our channel Bethlehem Bites. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹാംഫുൾ ഇഫക്റ്റ് ഓഫ് ആൽഗേസ് ആണ്. അപ്പം ഇത് പഠിക്കണമെങ്കിൽ ഇതിന് മുന്നേ നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതായത് അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് ആൽഗെ. അത് നോക്കിയിട്ട് ഇത് പഠിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ക്യാപ്ഷനിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ അത് നോക്കിയതിന് ശേഷം ഈ വീഡിയോ നോക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ നമുക്ക് ഇനി ടോപ്പിക്കിലോട്ട് പോകാം. എന്താണ് വാട്ട് ആർ ദ ഹാംഫുൾ ഓർ നെഗറ്റീവ് ഇഫക്ട്സ് ഓഫ് ആൽഗെ. അപ്പം അതിൽ ആദ്യത്തെ പോയിൻ്റാണ് മെനി ആൽഗേസ് ആർ റിലീസ് ടോക്സിൻസ് ഇൻ ദി വാട്ടർ ബോഡീസ്. നമുക്കറിയാം മോസ്റ്റ് ഓഫ് ദ ആൽഗേസ് ആർ ഫൗണ്ട് ഇൻ ആൽഗേസ് വാട്ടർ ബോഡീസ്. അപ്പം ഈ വാട്ടർ ബോഡീസിൽ ഈ ആൽഗേസ് എന്ത് ചെയ്യും? റിലീസ് ടോക്സിൻസ്. ഈ ടോക്സിൻസ് എന്ത് ചെയ്യുന്നു? ഹ്യൂമൻസിന് ധാരാളം ഡിസോർഡർ ഉണ്ടാക്കുന്നതിന് കാരണമാകുന്നുണ്ട്. അതിനൊരു എക്സാമ്പിളാണ് അനബീന. ഇപ്പോൾ ഈ അനബീന വാട്ടർ ബോഡീസിൽ റിലീസ് ചെയ്യുന്ന ടോക്സിൻസ് കാരണം ധാരാളം ഗ്യാസ്ട്രിക് ട്രബിൾസ്, ഗ്യാസ്ട്രിക് ഡിസോർഡേഴ്സ് നമുക്ക് ഹ്യൂമൻസിന് ഉണ്ടാകുന്നുണ്ട്. പിന്നൊരെണ്ണമാണ് ക്ലോറല്ല. ക്ലോറല്ല നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് കേൾക്കുന്ന ഒരു ആൽഗയാണ് ക്ലോറല്ല എന്ന് പറയുന്നത്. ഈ ക്ലോറല്ല എന്തിന് കാരണമാകുന്നുണ്ട്? സ്കിൻ ഡിസീസസ് ഉണ്ടാക്കുന്നതിന് കാരണമാകുന്നുണ്ട്. അപ്പോൾ ഹ്യൂമൻസിൽ ആൽഗേസ് ഉണ്ടാക്കുന്ന ഇഫക്ട്സുകളാണ് ഇപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു പോയിന്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അടുത്തൊരു പോയിൻ്റാണ് ആൽഗൽ ബ്ലൂം. ഇതൊരു 1 മാർക്ക് ക്വസ്റ്റ്യനും കൂടെയാണ്. വാട്ട് ഈസ് ആൽഗൽ ബ്ലൂം എന്നൊക്കെ സാധാരണ ചോദിച്ച് കാണാറുള്ള ഒരു ക്വസ്റ്റ്യനാണ്. എന്താണ് ആൽഗൽ ബ്ലൂം? ടു ഇൻക്രീസ് ദ പോപ്പുലേഷൻ ഓഫ് ആൽഗെ ബൈ in the water body due to the increase of nutrients. അതാണ് വാട്ടർ ബോഡീസിൽ ന്യൂട്രിയൻസ് ഇൻക്രീസ് ആവുക എന്ന് പറയുന്നത്. ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് സാധാരണ ന്യൂട്രിയൻസ് അല്ല, നമ്മൾ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്ന വേസ്റ്റുകളും ബാക്കിയുള്ള പൊല്യൂഷനൊക്കെയാണ് ഈ വാട്ടർ ബോഡീസിലെ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ന്യൂട്രിയൻസ് എന്തിന് കാരണമാകുന്നു? ഈ ആൽഗയുടെ പോപ്പുലേഷൻ വളരെയധികം കൂടുന്നതിന് കാരണമാകുന്നു. അപ്പോൾ ഇങ്ങനെ ആൽഗേസ് ധാരാളമാകുമ്പോൾ അവിടെ ഓക്സിജൻ്റെ അളവ് കുറയുന്നു. കാരണം ഇവിടെ ആൽഗയ്ക്ക് എന്ത് വേണം? ഓക്സിജൻ ആവശ്യമാണ്. അപ്പം ഈ ഓക്സിജൻ അവരിങ്ങനെ അധികമായിട്ട് ഉപയോഗിക്കുന്നത് കാരണം ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് കൂടുന്നു. അപ്പോൾ ഓക്സിജൻ്റെ ഡിമാൻഡ് കൂടുമ്പോൾ ബാക്കിയുള്ള അക്വാറ്റിക് ആനിമൽസിന് ഓക്സിജൻ കിട്ടാത്ത അവസ്ഥ വരുന്നു. അന്നേരത്ത് എന്ത് സംഭവിക്കാം? ഈ അക്വാറ്റിക് ആനിമൽസിൻ്റെ ഡെത്തിന് ഇത് കാരണമാകാം. അപ്പം ഇതാണ് ആൽഗൽ ബ്ലൂം എന്ന് പറയുന്നത്. അപ്പോൾ ആൽഗൽ ബ്ലൂം എന്ന് പറഞ്ഞാൽ ടു ഇൻക്രീസ് ദ പോപ്പുലേഷൻ ഓഫ് ആൽഗേസ് ഇൻ ദ വാട്ടർ ബോഡി ഡ്യൂ ടു ദ ഇൻക്രീസ് ഓഫ് ന്യൂട്രിയൻറ്റ് ഇൻ ദ വാട്ടർ ബോഡി. It result the increase of biological demand. As a result, എന്ത് സംഭവിക്കുന്നു? The death of aquatic animals. ഓക്കെ, അതാണ് ആൽഗൽ ബ്ലൂം എന്ന് പറയുന്നത്. പിന്നൊരു ടോപ്പിക്കാണ് റെഡ്-ടൈഡ്സ്. എന്താണ് റെഡ്-ടൈഡ്സ്? റെഡ്-ടൈഡ്സ് എന്ന് പറഞ്ഞാൽ ചുവന്ന തിര എന്ന് നമുക്ക് മനസ്സിൽ ഓടി വരും. അപ്പോൾ റെഡ്-ടൈഡ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കോസ്ഡ് ബൈ ദ ആൽഗെ കോൾഡ് റെഡ് ഡൈനോഫ്ലാജെല്ലേറ്റ്. ഈ റെഡ് ഡൈനോഫ്ലാജെല്ലേറ്റ്സുകളുടെ അളവ് റാപ്പിഡായിട്ട് ഇൻക്രീസ് ആവുന്നതാണ് ഈ റെഡ്-ടൈഡ്സ് എന്ന് പറയുന്നത്. അതായത് ലാർജ് നമ്പർ ഓഫ് റെഡ് ഡൈനോഫ്ലാജെല്ലേറ്റ് ഇൻ ദി വാട്ടർ ബോഡീസ്. അപ്പോൾ എന്ത് സംഭവിക്കും? ആ വാട്ടർ ബോഡീസ് റെഡ് കളറിൽ കാണപ്പെടുന്നു, റെഡ് ഇൻ കളറിൽ കാണപ്പെടുന്നു. അതാണ് നമ്മൾ റെഡ്-ടൈഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ഡൈനോഫ്ലാജെല്ലേറ്റ് കൂടുന്നത് കാരണം അല്ലെങ്കിൽ ഈ റെഡ്-ടൈഡ് കാരണം എന്താ ഹാംഫുൾ ഇഫക്റ്റ് എന്ന് പറയുന്നത്? ഈ ഡൈനോഫ്ലാജെല്ലേറ്റ്സ് റാപ്പിഡ്ലി മൾട്ടിപ്ലൈ ചെയ്യുന്നതോടൊപ്പം തന്നെ ദേ റിലീസ് ലാർജ് എമൗണ്ട് ഓഫ് ടോക്സിൻസ് ഇൻ ദ വാട്ടർ ബോഡി. ദിസ് ടോക്സിൻസ് ആർ ഹാംഫുള്ളി അഫക്റ്റ് ദ അക്വാറ്റിക് ആനിമൽസ്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ അക്വാറ്റിക് ആനിമൽസിൻ്റെ ഡെത്തിന് ഈ റെഡ്-ടൈഡ്സ് കാരണമാകുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ദ ഹാംഫുൾ ഇഫക്റ്റ് അല്ലെങ്കിൽ നെഗറ്റീവ് ഇഫക്റ്റ് ഓഫ് ആൽഗേസ് എന്ന് പറയുന്നത്. ധാരാളമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഹാംഫുൾ ഇഫക്റ്റുകൾ എന്ന് പറയുന്നത് ഇത് 3 എണ്ണമാണ്. അതിൽ ഈ ആൽഗൽ ബ്ലൂമും റെഡ്-ടൈഡ്സൊക്കെ 1 മാർക്ക് 2 മാർക്സിനൊക്കെ ചോദിക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യനും കൂടെയാണ്. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് subscribe, share, comment my video. Thank you so much. See you next time.